നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പെരുമാറ്റം നിലവിട്ട നിലയിൽ. രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കൽ. ഗവർണർ. BJP ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല മറിയംകുട്ടിയുടെ വീടിന് തറക്കല്ലിട്ടതെന്ന് K സുധാകരൻ. മലപ്പുറം നിലമ്പൂരിൽ സഹോദരങ്ങൾ ചാലിയാറിൽ മുങ്ങിമരിച്ചു. വാർത്തകൾ വിശദമായി. നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ നിയമസഭയിൽ നിന്നും മടങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നിലവിട്ട നിലയിലാണ് പെരുമാറ്റമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഇന്നത്തെ പ്രസംഗം കണ്ടതോടെ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായി. ഗവർണർ കുറെ കാലമായി എടുക്കുന്ന നിലപാടിന്റെ തുടർച്ചയാണ് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായത്. ഇത് ഭരണഘടനാ രീതിക്ക് ചേരുന്നതല്ല. സാധാരണ ഗവർണർമാരുടെ കീഴ്വഴക്കമല്ല ഇന്നലെ കണ്ടത്. ഗവർണറുടെ പദവിക്ക് ചേരുന്നതല്ല ഇപ്പോൾ നടക്കുന്നത്. ഗവർണറുടെ ഈ പെരുമാറ്റം അന്തസ്സിന് ചേരാത്തതാണ്. നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. നിലവിട്ട രീതിയിലാണ് ഗവർണറുടെ പെരുമാറ്റമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ദില്ലിയിൽ LDF നടത്തുന്നത് സമ്മേളനമല്ല എന്നും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ സമരം തന്നെയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ്. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവർണർ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഉദ്ധരിച്ച് മലയാളത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പ്രസംഗം ഗവർണർ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാനുള്ള പരിശ്രമത്തിലാണ്. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി. വികസിത സങ്കല്പ് യാത്ര കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും ഗവർണർ പറഞ്ഞു. പെൻഷൻ മുടങ്ങിയതിന് പ്രതിഷേധിച്ച മറിയംകുട്ടിയുടെ വീടിന് തറക്കല്ലിട്ടെന്ന് K സുധാകരൻ. മറിയംകുട്ടി കോൺഗ്രസ് ആണോ CPIM ആണോ BJP ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീയെ മാനുഷിക പരിഗണനയോടുകൂടി ചേർത്ത് പിടിക്കുകയാണെന്നും സുധാകരൻ വ്യക്തമാക്കി. വളരെയധികം തടസ്സങ്ങൾ നേരിട്ടെങ്കിലും വീട് നിർമ്മാണം ആരംഭിക്കുകയാണ്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഡീൻ കുര്യക്കോസ് MPയുടെയും കോൺഗ്രസ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് വീടിന് തറക്കല്ലിട്ടിരിക്കുന്നതെന്നും സുധാകരൻ അറിയിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് സുധാകരൻ വിവരം അറിയിച്ചത്. ഭക്ഷണവും മരുന്നും പോലും വാങ്ങാൻ കഴിയാത്ത മറിയംകുട്ടി അമ്മമാരെ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് KPCC ശക്തമായി ആവശ്യപ്പെടുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുവാനും വയോജനങ്ങൾക്ക് മറ്റു പരിപാലനങ്ങൾക്ക് അവസരമൊരുക്കാനും സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണം. നിലമ്പൂരിൽ സഹോദരങ്ങൾ ചാലിയാറിൽ മുങ്ങിമരിച്ചു. അകമ്പാടം സ്വദേശികളായ ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ്, റാഷിദ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. നിലമ്പൂർ എടവണ്ണയിൽ ചാലിയാറിലാണ് കുട്ടികൾ മുങ്ങിമരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് സുഹൃത്തുക്കൾക്കൊപ്പം റിൻഷദും റാഷിദും ചാലിയാറിലെ എടവണ്ണയിലെ കടവിൽ കുളിക്കാനെത്തിയത്. ഇരുവരും നീന്തൽ അറിയുന്നവരാണ്. ഒരാൾ ചുഴിയിൽപ്പെട്ടതോടെ രക്ഷിക്കാനായാണ് മറ്റൊരാൾ ശ്രമിച്ചത്. ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. ക്രിക്കറ്റിലും ഫുട്ബോളിലും മറ്റും മികവ് തെളിയിച്ചിട്ടുള്ള സഹോദരങ്ങളുടെ മരണം അകമ്പാടം ഗ്രാമത്തിന് തീരാവേദനയായി മാറി. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചത് കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് റിൻഷദിനെയും റാഷിദിനെയും പുറത്തെടുത്തത്. കരയിലെത്തിച്ചപ്പോഴേക്കും ഇരുവരും മരണപ്പെട്ടിരുന്നു. മൃതദേഹം നിലമ്പൂർ സർക്കാർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി.